Good afternoon. Good afternoon. Okay. Good day, എല്ലാവരും. Good day, ഈ PG ക്ലാസ്സിലോട്ട് കിടക്കുമ്പോ ഉറക്കം വരും അല്ലെ? ഇതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോ. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? Structuring medical records to carry out functions like admissions, discharge, treatment, history, etc. അല്ലെ? അപ്പോ അഡ്മിഷൻ അതുപോലെ തന്നെ ഡിസ്ചാർജ് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പൊ ഈ പ്രവർത്തനങ്ങള് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മെഡിക്കൽ രേഖകൾ ക്രമീകരിക്കണം. ആദ്യം എന്താ പറഞ്ഞത്? പേഷ്യന്റ് രജിസ്ട്രേഷൻ അല്ലെ? എന്താണ് UHID എന്ന് പറഞ്ഞാല്? എന്താ UHID? എന്താണ്? നമ്മൾ ആദ്യം OP-ലോ IP-ലോ നമ്മൾ ചെല്ലുമ്പോ അല്ലെ, അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ OP പേഷ്യന്റ് ആണെങ്കിലും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? പേര് വിവരങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് അവര് നമുക്ക് എന്ത് തരാറുണ്ട്? ഒരു കാർഡ് നമുക്ക് തരും അല്ലെ? ആ കാർഡിൽ എന്തുണ്ടാവും? ID നമ്പർ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മള് ഇനി എന്ത് ചെയ്യുന്നത്? ഇനി നമ്മൾ എപ്പോഴും വരുമ്പോ എന്താണ് ഇങ്ങനെയുള്ള നമ്പേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? നമ്മള് ഒരു ദിവസം ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മള് ആദ്യം നമ്മുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തു. നമ്മൾ പുതിയ പേഷ്യന്റ് ആണെങ്കിൽ പേര് വിവരങ്ങൾ, അഡ്രസ്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. അവരെ ക്രിയേറ്റ് ചെയ്ത് ഒരു കാർഡ് തരും. അതിനകത്ത് എന്തുണ്ടാവും? UHID ഉണ്ടാവും. ആ കാർഡ് വെച്ചിട്ട് ആ നമ്പർ വെച്ചിട്ടാണ് പിന്നീട് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകളെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് പേഷ്യന്റ് രജിസ്ട്രേഷനിൽ പറയുന്നത് അല്ലെ? ഇനി IPOPD ഇൻവെസ്റ്റിഗേഷൻ കേസസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന എല്ലാ തരം ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസുകളും ഈ HIS-ലേക്ക് അല്ലെ, എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ. ഒരു രോഗിയുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഫങ്ഷൻ ചെയ്യാനായിട്ട് HIS സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് നമ്മളെ ബില്ലിംഗ് വിവരങ്ങൾ, അതുപോലെ തന്നെ ക്യാഷ്, ഇതൊക്കെ ഓഫീസ് വഴിയായിട്ടാണ് നമ്മൾ റൂട്ട് ചെയ്യുന്നത്. അതുവഴി നമുക്ക് റൂട്ട് ചെയ്യാൻ പറ്റും. രോഗി ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് പണം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻട്രീസ് അതാത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് പോകുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു OP പേഷ്യന്റ് ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ടെസ്റ്റ് നടത്തിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട്. IP പേഷ്യന്റിന് ഡിസ്ചാർജ് ടൈമില് ബില്ലിംഗ് നടത്തുമ്പോഴാണ് ഈ ഫ്ലോ നിർബന്ധമില്ല എന്ന് പറയുന്നത്. ബില്ലിംഗ് നടത്തുമ്പോൾ ആണ് അതിൽ കൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടും ഇൻവെസ്റ്റിഗേഷന്റെ ആ എന്താണ് ബില്ലിംഗ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൂടി ആഡ് ചെയ്തിട്ടാണ് അവര് സെറ്റിൽ ചെയ്യുന്നത്. പിന്നെ എന്താ? ഒരു പേഷ്യന്റിനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ഡോക്യുമെന്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റിഗേഷൻ റിക്വസിഷൻ ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ആ ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കുകയും അതാത് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് ലഭ്യമാക്കി കൊടുക്കുന്നു. ഓക്കെ. ഇപ്പൊ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞു കഴിഞ്ഞാല് സിസ്റ്റം അത് പ്രിന്റ് എടുത്തിട്ട് അത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലൊക്കേഷൻ അല്ലെ? പേഷ്യൻസിന് ഏത് അവരുടെ ആ റിക്വയർമെന്റ്സ് അനുസരിച്ചുകൊണ്ട്, അവരുടെ നീഡ്സ് അനുസരിച്ചുകൊണ്ട് എന്താണ് ഓരോ കാര്യങ്ങൾ റൂം വേണമെങ്കിൽ റൂം, അല്ലെങ്കിൽ
വാർഡ് വേണമെങ്കിൽ വാർഡ് ഇതൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, രോഗിയുടെ നേരിട്ടോ അല്ലെങ്കിൽ കൺസൾട്ടന്റ് വഴിയോ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്നതാവാം. വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഇപ്പോ OPD-യിൽ നിന്ന് റെഫർ ചെയ്യാം അല്ലെ, അഡ്മിറ്റ് ആക്കണം എന്ന് പറയുമ്പോൾ റൂമും വാർഡുകളും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പേഷ്യൻസ് അതിന്റെ കാറ്റഗറി അനുസരിച്ചിട്ട് എന്താണ്, ഇപ്പോ നമ്മൾ ഇപ്പോ അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവര് ചോദിക്കാറുണ്ട് അല്ലെ, നിങ്ങൾ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ കമ്പനി സ്പോൺസേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇൻഷുറൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് അവർ അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ ബില്ലാക്കി തരുന്നത്. അപ്പൊ ഏത് എന്താണ് ഇപ്പൊ കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ടിനനുസരിച്ചിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ വാർഡ് വേണമെങ്കിൽ വാർഡ്, അങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവര് തരാറുണ്ട്. രോഗിയുടെ കേസ് പേപ്പർ സിസ്റ്റത്തിലേക്ക് പ്രിന്റ് ചെയ്ത് ബന്ധപ്പെട്ട നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. രോഗി അഡ്മിഷൻ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക രോഗി പ്രവേശനത്തിനായിട്ട് സിസ്റ്റം IPD ഐഡന്റിഫിക്കേഷൻ നമ്പർ സൃഷ്ടിക്കുന്നുണ്ട്. കേസ് പേപ്പറിനൊപ്പം IPD അഡ്മിറ്റ് കാർഡും അച്ചടിക്കും. പിന്നെന്താ, രോഗിയുടെ പ്രവേശനത്തെ കുറിച്ച് സിസ്റ്റം ഓഡിയോ വിഷ്വൽ അലേർട്ട് യൂസ് ചെയ്തുകൊണ്ട് അതാത് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും രോഗിക്ക് ഒരു മുറി തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇനി MLC കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ വിശദാംശങ്ങള്, MLC കേസിനെ കുറിച്ച് അറിയിച്ച ഉദ്യോഗസ്ഥന്റെ പേര് സിസ്റ്റം സംഭരിക്കുന്നത്, സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷനിൽ വരുന്നത് കേട്ടോ. റിവൈസ് ചെയ്തെന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് പേഷ്യന്റ് ഷിഫ്റ്റിംഗ് അല്ലെ. പേഷ്യന്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന് എന്താണ് പേഷ്യന്റ് ലൊക്കേഷൻ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്, റൂം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പേഷ്യന്റിനെ എവിടെയാണ്, ഇപ്പോ ഫ്ലോറിലാണോ തേർഡ് ഫ്ലോറിലാണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റിഗേഷൻ, ഹീലിംഗ്, സർജറി ഇവയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് HIS വഴി സാധ്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. ഇത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ നിർത്തിയത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, റീഫണ്ട്, ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട്സ് ആൻഡ് കൺസെഷൻസ് കേട്ടോ. അത് അടുപ്പിച്ച് കൊടുത്തിട്ട് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് അങ്ങനെയാണ്. ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, റീഫണ്ട്, ഡിസ്കൗണ്ട് ആൻഡ് കൺസെഷൻസ്. The functions of the hospital management system facilitate all kinds of a financial transaction from the patient. Functions plays a vital role in payment recovery from patient from the time to time during the stay. Advances from the patient depends on the type of admission, and the patient category is promptly by the system. The interim bill versus advance ratio is also maintained to carry out the recovery planning. Advances and the deposit accepted by billing or cash counter are directly posted into accounts. Refund cases are considered for excess advances from the patient. The accounts or official authorities authorized these transitions and then refund these processed. In case of company category, print patients, the ratio analysis between interim bill and authority letter amount by the company is compared for further action. If a patient is to be given discounts, then the authorized person authorizes the amount and the
discount is processed. The discount categories are flexible and can be changed by the administrator. Okay, this facilitates easy way to keep track of the discounts and concessions. അപ്പോ ഇവിടെ ഒരു ഇന്ററിം ബില്ലിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ. എന്താണ് ഇന്ററിം ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ ഇന്ററിം ബില്ല്? എഴുതിയെടുക്കാം കേട്ടോ. ഇന്ററിം ബില്ല് ഒരു സെന്റൻസ് ഉള്ളൂ. Interim bill means a temporary bill often issued before the final bill for services or goods provided. Interim bill means a temporary bill often issued before the final bill for services or goods provided. എന്താണ് ഇന്ററിം ബിൽ എന്ന് പറഞ്ഞാല്? സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടി അന്തിമ ബില്ലിന് മുൻപ്, ഫൈനൽ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് പുറപ്പെടുവിക്കുന്ന താൽക്കാലിക ബില്ലാണ് ഇന്ററിം ബിൽ എന്ന് പറഞ്ഞാല്. ഓക്കെ, സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ വേണ്ടിയിട്ട് അന്തിമ ബില്ലിന് മുൻപ് പുറപ്പെടുവിക്കുന്ന താൽക്കാലിക ബില്ലാണ് ഇന്ററിം ബിൽ എന്ന് പറഞ്ഞാല്. ഓക്കെ, എന്താണ് ഈ ഡെപ്പോസിറ്റ്സ്, അഡ്വാൻസ് ആൻഡ് റീഫണ്ട്, ഡിസ്കൗണ്ട്സ് ആൻഡ് കൺസെഷനിൽ പറയുന്നത്? ഹോസ്പിറ്റലിലേക്കുള്ള ഡെപ്പോസിറ്റുകള്, അതുപോലെ തന്നെ അഡ്വാൻസ്, റീഫണ്ടുകള്, ഡിസ്കൗണ്ടുകള്, ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് രോഗികളെ HIS അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി സുഗമമാക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഇപ്പോ ഡെപ്പോസിറ്റ് അടയ്ക്കാനായിട്ട്, അഡ്വാൻസ് ബിൽ എന്തെങ്കിലും ഇപ്പൊ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയൊക്കെ അല്ലെ നമ്മൾ GPay ഒക്കെ ചെയ്യാറുണ്ട് ഇല്ലേ. അതൊക്കെ എന്താണ് ഈ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് അല്ലെ ഓൺലൈൻ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി സുഗമമാക്കുന്നുണ്ട്. അതുവഴി നമുക്ക് അടയ്ക്കാനായിട്ട്, അവർക്ക് ഡിസ്കൗണ്ട് തരാനായിട്ടായാലും അല്ലെ, റീഫണ്ട് ചെയ്യാനായിട്ടായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സുഗമമാക്കി തരുന്നുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. താമസ സമയത്ത് രോഗികളിൽ നിന്ന് കാലാകാലങ്ങളിൽ പണമടയ്ക്കൽ വീണ്ടെടുക്കുന്നതിൽ പ്രവർത്തനം ഈ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, എന്താ ഈ നമ്മള് എന്താണ് ഇപ്പോ രോഗിയുടെ ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറയാറുണ്ടല്ലേ. നമ്മള് അഡ്മിറ്റ് ആവുമ്പോ അവരോട് എന്താണ് പണം അടയ്ക്കാനായിട്ട് പറയും അല്ലെ. ഒരു അഡ്വാൻസ് എമൗണ്ട് അടയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ബില്ല് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അവരുടെ ആ റൂം വാടക, അല്ലെങ്കിൽ നമ്മളോട് ഇപ്പൊ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ കുറച്ച് അഡ്വാൻസ് എമൗണ്ട് അടയ്ക്കണം. ബാക്കി എമൗണ്ട് ആണ് നമ്മള് എന്താ IPDയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്താണ് ആദ്യം ഒരു അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ആദ്യം ഒരു അഡ്വാൻസ് അടയ്ക്കാൻ പറയും. പിന്നീട് എമൗണ്ടുകളൊക്കെ ഫൈനൽ ബില്ലിൽ അവിടെ ചേർത്തിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് ആകുമ്പോഴാണ് തരാറ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ എന്താണ് HIS വഴി നമുക്ക് സാധ്യമാക്കുന്നുണ്ട്. രോഗിയിൽ നിന്നുള്ള അഡ്വാൻസുകള് സിസ്റ്റം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണ്, അഡ്മിഷൻ തരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പൊ അഡ്മിറ്റ് ആവുമ്പോ
അധികം സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റ് അല്ല, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസ്. അതുപോലെ തന്നെ ഒരു രോഗിയെ കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അല്ലെ, ഇത്തരത്തിലുള്ള കണ്ടീഷൻ മോശമാണോ, അല്ലെങ്കിൽ കണ്ടീഷൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആകോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ രോഗിയുടെ അഡ്വാൻസുകൾ എങ്ങനെയാണ് അവർ അടപ്പിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ആ രോഗത്തിന്റെ തരം അനുസരിച്ചിട്ട്. ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഡെലിവറി 2-3 ദിവസം കഴിഞ്ഞ് നോർമൽ ഡെലിവറി ഒക്കെ ആകുമ്പോൾ 2-3 അല്ലെങ്കിൽ കൂടി വന്നാൽ 5 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ആയി പോകാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് തന്നെ അല്ലെ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ചില രോഗികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് കുറച്ച് നാള് റിക്കവർ ആവാനായിട്ട് എടുക്കും എന്നൊക്കെ അറിയാം നമുക്ക്. ചില രോഗികളുടെ ഹോസ്പിറ്റലില് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചില രോഗികളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, കണ്ടീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഇത് സീരിയസ് ആവോ ഇല്ലയോ, നമുക്ക് രോഗി വീണ്ടും കണ്ടീഷൻ ബെറ്റർ ആക്കിയിട്ട് തിരിച്ചു കിട്ടോ എന്നൊക്കെ അവര് പറയുന്ന ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന ആളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റുന്നതാണ് പറയാറ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അവരുടെ ആ തരം അനുസരിച്ചിട്ടാണ് അവര് അഡ്വാൻസുകൾ അടപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഇടക്കാല ബില്ലുകളെയും അഡ്വാൻസ് ബില്ലുകളെയും അനുതാപം ഹോസ്പിറ്റൽ പേയ്മെന്റ് കളക്ഷനുകൾ ആസൂത്രണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ബില്ലിംഗ് ഓർ ക്യാഷ് കൗണ്ടർ സ്വീകരിക്കുന്ന അഡ്വാൻസുകളും നിക്ഷേപങ്ങളും നേരിട്ട് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഹോസ്പിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെ ബില്ലുകള്, അതുപോലെ തന്നെ ഓരോ ബില്ലുകൾ തരാറുണ്ട് നമുക്ക് അല്ലെ, അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെ, അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. രോഗിയിൽ നിന്നുള്ള അധിക അഡ്വാൻസുകൾ റീഫണ്ട് കേസുകൾ പരിഗണിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സർജറിക്ക് ഒരു 6 ലക്ഷം രൂപ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സർജറിക്ക് മുമ്പായിട്ട് നമ്മൾ 6 ലക്ഷം രൂപ കെട്ടിവെച്ചു. ഇനി ഡോക്ടർ സർജറി ഒക്കെ കഴിഞ്ഞ് അത് ഇപ്പോ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് അവര് പറഞ്ഞു 6 ലക്ഷം രൂപ ആയിട്ടില്ല, എന്താണ് ഒരു 5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി 1 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യും, ഒരു റീഫണ്ട് ചെയ്യണോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ റീഫണ്ട് കേസുകളും അവര് നമുക്ക് തരാറുണ്ട് അല്ലെ, ഡിസ്കൗണ്ട് ആക്കി. അതുപോലെ തന്നെ ഇത്രയും രൂപ വന്നിട്ടില്ല, അപ്പൊ ബാക്കിയുള്ള തുക നമുക്ക് തിരിച്ച് അവരെ ഏൽപ്പിക്കാറുണ്ട്. അക്കൗണ്ട്സ് ഉദ്യോഗസ്ഥൻ ഈ ഇടപാടിന് അംഗീകാരം നൽകുകയും തുടർന്ന് റീഫണ്ട് പ്രോസസ് ചെയ്യുകയും ചെയ്യും. കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന രോഗികൾക്ക് ആശുപത്രി ഇടക്കാല ബില്ലും അടുത്ത ഘട്ടവും തീരുമാനിക്കാനായിട്ടുള്ള കമ്പനിയുടെ കത്തിലെ അംഗീകൃത തുകയും താരതമ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോ കമ്പനികൾ ഓഫർ ചെയ്യുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളുള്ള രോഗികളൊക്കെ ആണെങ്കിൽ എന്താണ്, ചില ആൾക്കാരുടെ ഇപ്പൊ മകനിലേക്ക് കമ്പനിയിൽ നിന്നൊക്കെ ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ അല്ലെ, ഇൻഷുറൻസ് ക്ലെയിമുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ പാരന്റ്സിന് എന്താണ്, അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള ക്ലെയിമുകള് അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ, അങ്ങനെ കിട്ടുന്നതൊക്കെ. അപ്പൊ എന്താണ്, ചില കമ്പനീസിൽ നിന്നൊക്കെ ഇത്ര രൂപ കിട്ടുള്ളൂ, 2 ലക്ഷം രൂപ വരെ നമുക്ക് ഹോസ്പിറ്റൽ ചെലവിന് മാത്രം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും അതിൽ നിന്ന് അവർ തീരുമാനിക്കുന്നതനുസരിച്ച്, അപ്പൊ അതനുസരിച്ചിട്ടാണ് ഇപ്പോ എത്ര രൂപ കിട്ടുന്നുണ്ട്, ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നുണ്ട്, അതനുസരിച്ചിട്ടാണ് നമുക്ക് രൂപ തരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാർഡ് എടുക്കാൻ പറ്റും, റൂം എടുക്കാൻ പറ്റും. ഇപ്പൊ AC റൂം വേണമെങ്കിൽ AC റൂം എടുക്കാം അല്ലെ. ആ ഓരോ റൂമിനും ഓരോ കാര്യങ്ങൾക്കും ഇത്ര രൂപ എന്നുണ്ട് ക്ലെയിം കിട്ടുന്നതനുസരിച്ചിട്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് അവര് ഓരോ തുകയും നോക്കുന്നത്, ഓരോ കാര്യങ്ങളും നോക്കി അവര് ചെയ്തു തരുന്നത്. രോഗിക്ക് അഡ്വാൻസ് നൽകണമെങ്കിൽ അംഗീകൃത വ്യക്തി ഓതറൈസ്ഡ് പേഴ്സൺ തുക അംഗീകരിക്കുകയും കിഴിവ് പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു. ഡിസ്കൗണ്ട് കാറ്റഗറി ഫ്ലെക്സിബിളും അഡ്മിനിസ്ട്രേറ്റർക്ക് മാറ്റാൻ കഴിയുന്നതുമാണ്. കിഴിവുകളും ഇളവുകളും ട്രാക്ക് ചെയ്യുന്നതിനുള്ള എളുപ്പ വഴികൾ HISലൂടെ സുഗമമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കിഴിവുകൾ നമുക്ക് കുറച്ചിട്ട് തരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇളവുകളൊക്കെ HISലൂടെ സുഗമമാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, റീഫണ്ട്, ഡിസ്കൗണ്ട്, കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇൻറ്ററിം ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താൽക്കാലിക ബില്ലാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. Following the main reports or outputs generated by HIS. അപ്പോൾ മെയിൻ റിപ്പോർട്ട്സുകൾ HIS
ജനറേറ്റ് ചെയ്യപ്പെടുന്ന മെയിൻ റിപ്പോർട്ട്സുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇത് പേഷ്യന്റ് ലിസ്റ്റ്. Patient list admitted or discharged. These reports gives from the admitted or discharged patients during a certain time period. This facilitates management to know the admission versus discharge ratio. അപ്പൊ എന്താണ് ഈ അഡ്മിറ്റഡ് ആൻഡ് പേഷ്യന്റ് ലിസ്റ്റ്, അഡ്മിറ്റഡ് ആൻഡ് ഡിസ്ചാർജ്ഡ് ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? എന്താണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് അഡ്മിറ്റ് ആക്കിയതും ഡിസ്ചാർജ് ചെയ്തതുമായിട്ടുള്ള രോഗികളുടെ റിപ്പോർട്ടാണ് എന്തിൽ വരുന്നത്? പേഷ്യന്റ് ലിസ്റ്റ് അഡ്മിറ്റഡ് ഓർ ഡിസ്ചാർജ് റിപ്പോർട്ടിൽ വരുന്നത്. ഓക്കെ, ഒരു നിശ്ചിത കാലയളവിനുള്ളില് ഹോസ്പിറ്റലുകളില് പ്രവേശിപ്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആക്കിയിട്ടുള്ളതുമായിട്ടുള്ള രോഗികളുടെ റിപ്പോർട്ട്. ഓക്കെ, അതിനകത്ത് അഡ്മിഷൻ വേഴ്സസ് ഡിസ്ചാർജ് റേഷ്യോ നമുക്ക് മാനേജ്മെന്റിന് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആ റേഷ്യോ, അതിന്റെ അനുപാതം നമുക്ക് അറിയാനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇതെന്ന് പറയുന്നത്. പേഷ്യന്റ് ലിസ്റ്റ് അഡ്മിറ്റഡ് ഓർ ഡിസ്ചാർജ് വരുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് പറയുന്നത്? നിശ്ചിത കാലയളവില് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആക്കിയതുമായിട്ടുള്ള രോഗികളുടെ റിപ്പോർട്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, ബെഡ് ഒക്യുപ്പൻസി റിപ്പോർട്ട്. These reports gives the information on bed occupancy at any given time room category wise. എന്താണ് മുറി വിഭാഗം തിരിച്ചുള്ളത് നൽകിയിരിക്കുന്ന സമയത്തെ അല്ലെ സമയത്തെ അതുപോലെ തന്നെ എന്താണ് താമസ സൗകര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് എത്ര ടൈമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് റൂമാണോ അതുപോലെ തന്നെ പാർട്ടാണോ മുറി വിഭാഗം തിരിച്ചുള്ള അതും അതുപോലെ തന്നെ നൽകിയതുമായിട്ടുള്ള സമയങ്ങളെ അനുസരിച്ചുകൊണ്ട് താമസ സൗകര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ നൽകുന്നത്. ഓരോരുത്തരും എങ്ങനെയാണ് റൂമാണോ വാർഡാണോ എന്താണ് എന്നുള്ളത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ബെഡ് ഒക്യുപ്പൻസി റിപ്പോർട്ട് മുറി വിഭാഗം തിരിച്ചുള്ളതും നൽകിയിരിക്കുന്ന സമയത്തെ താമസ സൗകര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ് വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട്? വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? This report gives the allocated room for tracking of the patients. എന്താണ് പേഷ്യൻസിന് ഏതൊക്കെ മുറികളാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്ന് മാനേജ്മെന്റിന് അറിയാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യൻസിന് ഏതൊക്കെ മുറികളാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് മാനേജ്മെന്റിന് അറിയാൻ പറ്റുന്ന റിപ്പോർട്ടാണ് വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട്, റീഫണ്ട് ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഈ മൂന്ന് റിപ്പോർട്ടുകളും ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചു നോക്കാം കൃത്യമായിട്ട്.
ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ചെയ്ത റിപ്പോർട്ടാണ് ഇന്ററിം ബിൽ വേഴ്സസ് അഡ്വാൻസ് ബിൽ അല്ലെ. ഇന്ററിം ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ബിൽ എന്നാ പറഞ്ഞേ? ഇന്ററിം ബില്ല് ടെമ്പററി ഓർ പെർമനന്റ്? എന്ത് ബില്ലാണ് ഇന്ററിം ബില്ല്? വെരി ഗുഡ്, ടെമ്പററി ബില്ലാണ്. ഓക്കെ, this report gives the ratio of interim bill versus advance paid by the patient with the percentage of payment. ഇവിടെ എന്താണ് interim versus advance റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതും അല്ലെ. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന തുകയും അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് അല്ലെ എന്താണ് ഇന്ററിം ബില്ലിന്റെയും അനുപാതം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ പ്രൊപ്പോർഷൻ അല്ലെ, അതിന്റെ ആ റേഷ്യോ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഇന്ററിം ബിൽ വേഴ്സസ് അഡ്വാൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാല്. രോഗികൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് അല്ലെ ഇന്ററിം ബില്ലിന്റെയും അനുപാതം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള റിപ്പോർട്ടിനെയാണ് നമ്മൾ ഇന്ററിം ആൻഡ് ഇന്ററിം ബിൽ വേഴ്സസ് അഡ്വാൻസ് ബിൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, അഡ്മിഷൻ ഡിസ്ചാർജ് രജിസ്റ്റർ എന്താണ്? എന്തായിരിക്കാം ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്തായിരിക്കാം? അല്ലെങ്കിൽ ആ രജിസ്റ്റർ എന്തായിരിക്കാം? അഡ്മിഷൻ ഡിസ്ചാർജ്. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് രജിസ്റ്റർ is maintained by the system അല്ലെ. സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? അഡ്മിറ്റ് ആയതിന്റെ അല്ലെ എത്ര പേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ എത്ര പേഷ്യൻസ് ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ആ റിപ്പോർട്ട് സിസ്റ്റത്തിൽ എൻട്രി ചെയ്ത് വെക്കും അല്ലെ. ഓക്കെ, the report gives the details of patient admission and registers discharge during specific period. അപ്പൊ ഒരു രോഗി എന്താണ് ഒരു രോഗി അഡ്മിറ്റ് ആയതിന്റെയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയതിന്റെയും ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുന്ന എന്താണ് കീപ്പ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിനെയാണ് നമ്മള് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രോഗി എന്താണ് ആ ഒരു സ്പെസിഫിക് പീരീഡില് രോഗിയുടെ അഡ്മിഷന്റെയും അതുപോലെ തന്നെ ഡിസ്ചാർജിന്റെയും ഇൻഫർമേഷൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. സ്പെസിഫിക് പീരീഡില് രോഗിയുടെ അഡ്മിഷനും ഡിസ്ചാർജിന്റെയും ഇൻഫർമേഷൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി എന്താ? കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ്. This report gives doctor advise patient at any point of time to know referring in charge doctors. എന്താണ്? ഒരു നിശ്ചിത സമയത്ത് ഓരോ ഡോക്ടറിന്റെയും പരിചരണത്തില് ഏതൊക്കെ രോഗികളാണെന്ന് റിപ്പോർട്ട് നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഡോക്ടറിന് ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലെ, ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും പല പല ഡോക്ടേഴ്സ് ആണ് അല്ലെ. ഒരു ഡോക്ടർക്ക് ഏതൊക്കെ രോഗികൾ വന്നിട്ടുണ്ട്, വേറൊരു ഡോക്ടർക്ക് എത്ര രോഗികൾ വന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചിത സമയത്ത് ഓരോ ഡോക്ടറിന്റെയും പരിചരണത്തില് ഏതൊക്കെ രോഗികളാണ് റിപ്പോർട്ട് അവിടെ കണക്കാക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രോഗികൾ കാണാൻ വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മളവിടെ ആ റിപ്പോർട്ടിലാണ് എൻറ്റർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ആ 3 രജിസ്റ്റർ ഒന്ന് വാങ്ങിച്ചു നോക്കിയേ. ഇന്ററിം ബിൽ വേഴ്സസ് അഡ്വാൻസ് റിപ്പോർട്ട്, അഡ്മിഷൻ ഓർ രജിസ്റ്റർ ഡിസ്ചാർജ് രജിസ്റ്റർ, കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ് വാങ്ങിച്ചു നോക്കാം കേട്ടോ.
Okay, next നോക്കാം. Appointment list. Next ആണ് എന്ന് പറയുന്നത് appointment list. The appointment list. The appointment for consultant are maintained on the system. എന്താണ് ഈ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമാര് വരും അല്ലെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുമായിട്ടുള്ള ഷെഡ്യൂൾസുകൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ആ സിസ്റ്റം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഓരോ സ്പെഷ്യലിസ്റ്റുകളും നമ്മളുടെ ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോ ചില ടൈമിലൊക്കെ സ്പെഷ്യലിസ്റ്റ് വരുള്ളൂ അല്ലെ, സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്. അപ്പൊ അവരുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റും സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ട്രാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സിസ്റ്റത്തിന്റെ ആദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോ വരും, ഏതൊക്കെ രോഗികളാണ് ഈ ഡോക്ടേഴ്സിനെ കാണുന്നത് എന്നുള്ള സകല വിവരങ്ങൾ നമുക്ക് അതിലൂടെ സാധ്യമാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, എന്താണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുമായിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകളുടെ ട്രാക്ക് സിസ്റ്റം സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ്, ഷെഡ്യൂൾ ചെയ്ത ശാസ്ത്രക്രിയകളുടെ ലിസ്റ്റുകൾ. ഓക്കെ, പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ശാസ്ത്രക്രിയകളുടെ ലിസ്റ്റുകൾ. അതുപോലെ തന്നെ എന്താ, പേഷ്യന്റ് ഫോളോ അപ്പ് റിപ്പോർട്ട്. ഓക്കെ, പേഷ്യന്റ് ഫോളോ അപ്പ്, ചികിത്സയ്ക്ക് ശേഷം രോഗിക്ക് പുരോഗതി ഉണ്ടോ അല്ലെങ്കിൽ പുരോഗതി എങ്ങനെയാണ് എന്നുള്ളത് ട്രാക്ക് ചെയ്യുന്ന റിപ്പോർട്ടാണ് പേഷ്യന്റ് ഫോളോ അപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് അതറിയാലോ. ഓക്കെ, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ. പിന്നെന്താ, this module enables to get patient investigation, procedure record from different locations, that is IPD, OPD, casualty. എന്താണ് ഈ പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻസും പ്രൊസീജിയർ റിപ്പോർട്ട്സുകളൊക്കെ ഈ IPD, OPD അതുപോലെ തന്നെ കാഷ്വാലിറ്റി ഇവയിൽ നിന്നൊക്കെ ലഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒരു രോഗിയുടെ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടുകള്, ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ പ്രൊസീജിയർ റിപ്പോർട്ട്സുകളൊക്കെ എവിടെ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്, IPD-യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, OPD-യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അപ്പോയിന്റ്മെന്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പോയിന്റ്മെന്റ് ഫോർ കൺസൾട്ടൻസ് ആർ മെയിൻറ്റെയിൻഡ് ഓൺ സിസ്റ്റം. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുമായിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന അപ്പോയിന്റ്മെന്റുകളുടെ എന്താണ് ട്രാക്കുകള് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ്സുകള് സിസ്റ്റം ആ ട്രാക്കുകള് സിസ്റ്റം സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ്സുകളാണ് വരുന്നത്, പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റുകൾ, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ശാസ്ത്രക്രിയകളുടെ ലിസ്റ്റുകള്, പേഷ്യന്റ് ഫോളോ അപ്പ് റിപ്പോർട്ട്സുകൾ, ഈ ചികിത്സയ്ക്ക് ശേഷം പേഷ്യൻസിന്റെ രോഗികളുടെ പുരോഗതി ട്രാക്ക് ചെയ്യുന്ന റിപ്പോർട്ടുകള്, ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. This modules enables to get patients investigation, procedure reports from the different locations, that is IPD, OPD, casualty. അപ്പോ പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻസുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രൊസീജിയർ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, IPD, OPD, കാഷ്വാലിറ്റിയിൽ നിന്നൊക്കെ ലഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, automated clinical laboratory system and the radiology information system. This functions of HIS covers laboratory system for pathology, radiology, cardiology, neurology, and chest medicine. The prescriptions given by the doctors are routed through the bill system.
റെസ്പെക്റ്റീവ് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്. എന്താണ് ഇതിൽ പറയുന്നത്? ഈ പാത്തോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ. എന്താ പാത്തോളജി? എന്താ പാത്തോളജി? പാത്തോളജിസ്റ്റ് ആരാ? പാത്തോളജിസ്റ്റ് സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് അല്ലെ? ആണോ? ഓക്കെ. പാത്തോളജി ഉണ്ട്, റേഡിയോളജി, കാർഡിയോളജി, ന്യൂറോളജി, അതുപോലെ തന്നെ ഈ ചെസ്റ്റ് മെഡിസിൻ. ഓക്കെ. അപ്പോ ഇവയ്ക്ക് വേണ്ട എല്ലാ എന്താണ് ലാബ് സൗകര്യങ്ങളും എക്സൈസ് വഴി നൽകുന്നുണ്ട് അല്ലെ. പാത്തോളജി, റേഡിയോളജി, കാർഡിയോളജി, ന്യൂറോളജി, ചെസ്റ്റ് മെഡിസിൻ, ഇതിനൊക്കെ വേണ്ട ലാബ് സൗകര്യങ്ങൾ എക്സൈസ് നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ, the prescriptions given by the doctors are routed through the billing system to respective diagnostic centers. എന്താണ് ഡോക്ടർമാരെ നൽകുന്ന പ്രിസ്ക്രിപ്ഷൻസ് ബില്ലുകള് സിസ്റ്റം വഴി അതാത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സുകൾ ഏതൊക്കെ ടെസ്റ്റുകളാണോ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോ എന്താണ് എക്സ്റേ ആവാം, സ്കാനുകളാവാം അല്ലെ, പല പല സ്കാനുകളാവാം. അപ്പൊ അതൊക്കെ ഡോക്ടേഴ്സുമാർ പറയുന്നതനുസരിച്ചിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് സിസ്റ്റം വിടുന്നുണ്ട് അല്ലെ. ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ചെയ്യുന്നുണ്ട്, ഓരോ സെന്ററിലേക്കും ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്കും സിസ്റ്റം എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് കേട്ടോ. അതാണ് പറയുന്നത് ഡോക്ടർമാരെ നൽകുന്ന പ്രിസ്ക്രിപ്ഷനുകൾ ബില്ലുകള്, പ്രിസ്ക്രിപ്ഷൻ ബില്ലുകള് സിസ്റ്റം വഴി അതാത് ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് എത്തിക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി സിസ്റ്റം ആൻഡ് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് ഒന്ന് വായിക്കാട്ടോ, രണ്ട് കാര്യങ്ങളും. നെക്സ്റ്റ് നോക്കാം കേട്ടോ. Pathology, study of diseases ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The laboratory module starts with receiving the online request
from doctors. The laboratory personnel can also generate request. This facilitates investigations for referral patient. Tests are grouped under various sections and sample types. Based on the request, the user can input the sample and generate the sample number. Result can be inputted based on the sample type. Results can be inputted either to one test or multiple tests. If the test result requires approval, the supervisor has to approve the result. Test results are available to concerned doctors. Test reports can be made confidential. Test can be performed only after the billing is done. The rule is exempted when the case is declared as urgent. ഇവിടെ കൊടുത്തിരിക്കുന്നത് പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ രീതിയിൽ ഡോക്ടർമാരിൽ നിന്ന് പരിശോധന അഭ്യർത്ഥന സ്വീകരിക്കുന്നതിലൂടെയാണ് ലബോറട്ടറി മൊഡ്യൂൾ ആരംഭിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു HIS-ല് ഓൺലൈൻ രീതിയിൽ ഡോക്ടർമാരിൽ നിന്ന് പരിശോധന റിക്വസ്റ്റുകൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ലബോറട്ടറി മൊഡ്യൂൾ ആരംഭിക്കുന്നത്. അതായത് ഈ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ കുറെ കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, HIS-ലൂടെ സാധ്യമാണ്. ഈ സംവിധാനം റെഫർ ചെയ്യുന്ന രോഗിക്ക് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് സുഗമമാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന രോഗിക്ക് ഇന്ന ടെസ്റ്റ് വേണം, ഇന്ന രോഗിക്ക് ഇന്ന ടെസ്റ്റ് വേണം. അപ്പൊ അത് ഈ HIS-ലൂടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ ആ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സിംപ്ലിഫൈ ആക്കാനായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ടും അത് നല്ല രീതിയിൽ സുഗമമാക്കി കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. The tests are categorized based on different sections and type of samples like blood, urine. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, വിവിധ വിഭാഗങ്ങളും സാമ്പിളുകളും തരവും അടിസ്ഥാനമാക്കിയാണ് പരിശോധനകളെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്പെസിമെൻ അനുസരിച്ചിട്ടാണ് ടെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരാൾക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ഒരാൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അങ്ങനെ പല പല സ്പെസിമെൻ അനുസരിച്ചിട്ടാണ് ടെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ലാബ് സ്റ്റാഫുകൾക്ക് ഈ സാമ്പിളുകൾ ഇൻപുട്ട് ചെയ്ത് സാമ്പിൾ നമ്പറുകൾ അവര് ജനറേറ്റ് ചെയ്യുന്നു. പിന്നീട് ടെസ്റ്റ് റിസൾട്ടുകൾ അവർ എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ ആളുകൾക്കും എന്താണ് നമ്പറുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ നമ്പറും ജനറേറ്റ് ചെയ്യുന്നു. പിന്നീട് റിസൾട്ടുകൾ അവർക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എന്താ, ചില ടെസ്റ്റുകൾക്ക് സൂപ്പർവൈസറുടെ അപ്രൂവല് ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെ ആവശ്യമായിട്ടുള്ളത് സൂപ്പർവൈസറുടെ മുൻപിൽ സബ്മിറ്റ് ചെയ്ത് അവര് അപ്രൂവ് ചെയ്യുന്നു. എന്നിട്ട് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സൂപ്പർവൈസറുടെ അപ്രൂവല് വേണ്ടതായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ അപ്രൂവൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം. പിന്നെന്താ, പിന്നീട് ഈ ടെസ്റ്റ് റിസൾട്ടുകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് അടുത്ത് അവൈലബിൾ ആക്കാം. ഇനി ടെസ്റ്റ് റിസൾട്ട് ക്യാൻ ബി മേഡ് കോൺഫിഡൻഷ്യൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് റിസൾട്ട് ക്യാൻ ബി മേഡ് കോൺഫിഡൻഷ്യൽ. എന്താണ്, മറ്റുള്ളവരോട് പറയാൻ പാടില്ല, സ്വകാര്യതമായിട്ട് നമ്മൾ എന്താണ് ആരോടും പറയാതെ ഓരോരുത്തരുടെ റിസൾട്ടുകൾ ചിലപ്പോൾ എന്താണ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മള് അത് ഓരോരുത്തരുടെയും ഓരോ രോഗികളുടെയും നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് അത് സൂക്ഷിച്ചിരിക്കണം. പിന്നെ ഈ പേയ്മെന്റ് കൊടുത്ത ശേഷം മാത്രമായിരിക്കും ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. അർജന്റ് കേസുകൾ ഒഴികെ കേട്ടോ. അർജന്റ് കേസുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അർജന്റ് കേസുകൾ ഒഴികെ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നത്, സ്കാനിങ്ങളായാലും ടെസ്റ്റുകളായാലും നടത്തുന്നത് എങ്ങനെയാണ്, പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ നടത്താറ്. അർജന്റ് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് കേസുകളോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കോ അങ്ങനെയുള്ള പെട്ടെന്നുള്ള അർജന്റ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബില്ലുകളാക്കി കൊടുക്കുന്നത്. അർജന്റ് കേസുകൾ ഒഴികെ പേയ്മെന്റ് കൊടുത്ത ശേഷം മാത്രമാണ്
ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളാണ് ഈ പാത്തോളജിയിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് അല്ലെ. അപ്പൊ പാത്തോളജിയിൽ എന്താണ് പറഞ്ഞത്, ഓൺലൈൻ രീതിയിൽ നമുക്ക് ഡോക്ടർമാരിൽ നിന്നും എന്താണ് പരിശോധന അഭ്യർത്ഥന സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ ലബോറട്ടറി മൊഡ്യൂൾ ആരംഭിക്കുന്നത്. ഓക്കെ, ലാബിലെ പ്രവർത്തനങ്ങളൊക്കെ സിംപ്ലിഫൈ ആക്കാനായിട്ട് HIS വഴി നമുക്ക് സാധ്യമാണ്. ഈ സംവിധാനം റെഫർ ചെയ്യുന്ന രോഗിക്ക് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് സുഗമമാക്കി കൊടുക്കുന്നത്. ഈ ടെസ്റ്റുകൾ നമുക്ക് എന്താണ് പല രീതിയിലും അല്ലെ കാറ്റഗറൈസ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് സെക്ഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് സാമ്പിൾസ് ലൈക്ക് ബ്ലഡ്, യൂറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിവിധ വിഭാഗങ്ങളും സാമ്പിളുകളുടെ തരവും അടിസ്ഥാനമാക്കിയാണ് പരിശോധനകളെ തരംതിരിക്കുന്നത്. അതായത് ഒരു സ്പെസിമെൻ അനുസരിച്ചുകൊണ്ടാണ് ടെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പോ ലാബ് സ്റ്റാഫുകൾക്ക് ഒരു സാമ്പിൾ ഇൻപുട്ട് ചെയ്ത് സാമ്പിൾ നമ്പറുകൾ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ടെസ്റ്റുകൾ അവര് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ നമ്പേഴ്സുകളും അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ നമ്പറുകൾ ജനറേറ്റ് ചെയ്യുന്നു. ഈ ചില ടെസ്റ്റുകൾക്ക് എന്താ സൂപ്പർവൈസറിന്റെ അപ്രൂവൽ വേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറിന്റെ മുൻപിൽ സബ്മിറ്റ് ചെയ്യുന്നവര് അത് എന്നിട്ട് അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നീട് എല്ലാ ടെസ്റ്റ് റിസൾട്ടുകളും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് അവൈലബിൾ ആക്കി കൊടുക്കും. ടെസ്റ്റ് റിസൾട്ട് ക്യാൻ ബി കോൺഫിഡൻഷ്യൽ അല്ലെ, നമ്മള് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് റിസൾട്ട് കാര്യങ്ങളൊക്കെ. പിന്നീട് എന്താ ഒരു കാര്യം എന്ന് പറയുന്നത്, പേയ്മെന്റ് നമ്മൾ കൊടുത്ത ശേഷം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. പക്ഷെ എന്ത് കേസുകൾ ഒഴികെ അർജന്റ് കേസുകൾ എങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോ ആക്സിഡന്റ് ആയി കിടക്കുന്നവരോട് നമുക്ക് പേയ്മെന്റ് അടയ്ക്കാൻ പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സിഡന്റ് കേസുകളോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും അർജന്റ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊഴികെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, പേയ്മെന്റ് അടച്ച ശേഷം മാത്രമായിരിക്കും ടെസ്റ്റ് റിസൾട്ടുകൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. അവരെടുക്കുന്നുള്ളൂ, കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇത്ര പേര് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്ര പേരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.